വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇന്നലെ ബഹുമാന്യായ MLA ഓഫീസിന് നേരെ ബഹുമാന്യനായ MLA ഓഫീസിൻ്റെ നേരെ ഉണ്ടായ ആക്രമണം ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ പാടില്ലാത്ത ഒന്നായിരുന്നു. ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് ജനങ്ങളെ സേവിക്കേണ്ടതെന്നതിൻ്റെ മാതൃകയാണ് ശ്രീ വി ശശിയുടെ പ്രവർത്തനങ്ങളെന്ന് പരക്കെ ആളുകൾ പറയുന്ന ഒന്നാണ്. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ള വികസനം, മുതലപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിലുണ്ടായ പുതിയ പുതിയ പാലങ്ങൾ, ജനങ്ങളോടൊപ്പം എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു MLA, വിശേഷിച്ചും കടലോര മേഖലയിലെ 5 തെങ്ങാണെങ്കിലും സമീപ പഞ്ചായത്തുകളിൽ ജനങ്ങൾക്ക് ഇത്ര വിശ്വാസമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു ജനപ്രതിനിധിയുടെ ഓഫീസിന് നേരെയാണ് ഈ ആക്രമണം അഴിച്ചുവിട്ടത് എന്ന് പറഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് ജനപിന്തുണ മോശമാക്കാൻ അതിനനുസരിച്ച് ആസൂത്രിതമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇവിടെ നടന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയേണ്ട ഒന്നാണ്. അതെ, അങ്ങനൊരു ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന രീതിയിലേക്ക് പോകാൻ LDF ഉദ്ദേശിക്കുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ഞങ്ങൾ ഇന്നലെ ജനങ്ങളോട് പറഞ്ഞത് ഈ വിഷയങ്ങൾ. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഗവൺമെൻറ്റും ബന്ധപ്പെട്ടവരും ഗൗരവമായി തന്നെ കാണണം എന്ന് തന്നെയാണ് ജനപ്രതിനിധികളായ ഞങ്ങളുടെയും അഭിപ്രായം. ആ വിഷയത്തിൽ, മുതലപ്പുഴ വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ ആത്മാർത്ഥത ജനങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. ജനങ്ങളെയും പരിസര പ്രദേശങ്ങളെയും സംരക്ഷിക്കാനാണ് കുഴി മുറിക്കാനുള്ള നടപടിയിലേക്ക് പോകാൻ പൊതുവെ തീരുമാനിച്ചത്. അതിനനുസരിച്ചുള്ള നടപടികൾ ഊർജിതമാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അതിനെതിരായി ജനങ്ങളെ തിരിച്ചുവിടുന്ന വികാരമുണ്ടാക്കുന്ന വിഷയങ്ങളിലേക്ക്, വൈകാരിക വിഷയങ്ങളിലേക്ക് ആ പ്രശ്നത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചത്. നമുക്ക് എല്ലാം അറിയുന്നത് പോലെ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗവൺമെൻറ് മത്സ്യത്തൊഴിലാളികളുടെ കൂടെയാണല്ലോ. എത്ര തവണയാണ് ഈ വിഷയത്തിൽ നിയമസഭയിൽ തന്നെ ബഹുമാന്യായ MLA തന്നെ സബ്മിഷനായി വിഷയങ്ങൾ കൊണ്ടുവന്നത്, ആ വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടിപ്പിച്ചത്, അതിൻ്റെ ഓരോ ഘട്ടത്തിലും കൂടെ നിൽക്കുന്ന വാർത്തകൾ നിങ്ങളെല്ലാം മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള വാർത്തകളാണ്. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ അന്ധമായിട്ടുള്ള രാഷ്ട്രീയ വൈരാഗ്യ രീതിയിൽ നിന്ന് പ്രതിപക്ഷത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ, വിശേഷിച്ച് മത്സ്യത്തൊഴിലാളികൾ, പിന്തിരിഞ്ഞ് ഈ വിഷയം സൗമ്യമായും രമ്യമായും ആത്മാർത്ഥമായിട്ടുള്ള MLA ഇടപെടലിനോടൊപ്പം നിന്ന് ഇത് വിജയകരമാക്കി എടുക്കണമെന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഗവൺമെൻറ് അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് കളക്ടറോട് സൂചിപ്പിക്കും. മിനിസ്റ്റർ ഇവിടെ പറഞ്ഞതുപോലെ കണ്ണൂരിൽ നിന്ന് ട്രെജറടക്കം വലിയ സംവിധാനങ്ങളടക്കം എത്തി ആ വിഷയത്തിൽ പരിഹരിക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും ഒരു തരത്തിലും പുറകോട്ട് പോകാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നില്ല. അതെല്ലാം തന്നെ കൃത്യസമയത്ത് പൂർത്തിയാക്കാനുള്ള സമയബന്ധിതമായ പരിപാടിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്.